JNU വിഷയത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഇടതു പാർട്ടികളുടെ തീരുമാനം. ദില്ലിയിൽ ചേർന്ന ഇടതു പാർട്ടികളുടെ സംയുക്ത യോഗമാണ് ഇത് തീരുമാനിച്ചത്. Protest campaign program against what the RSS, BJP and this government is doing under this government's patronage. From the 23rd to the 25th of February. The 23rd to 25th. 23rd, 24th and 25th. These campaigns will be conducted in all the states amongst the Indian people. The left parties have appealed to all progressive democratic secular forces to join these protest actions against the wild charges that are being levelled by the RSS, BJP. തീർച്ചയായും ഇതിന്റെ വിവരങ്ങളുമായി മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. മനു, 6 ഇടതു പാർട്ടികളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം ദേശീയ പ്രക്ഷോഭത്തിന്. അജിംഷാദ്, തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഇടതു പാർട്ടികൾ, ദേശീയ തലത്തിലെ ഇടതു പാർട്ടികളെല്ലാം കൂടി രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയ്ക്കെതിരെ കൂടാതെ JNU വിഷയത്തിലടക്കം ഇടതു പാർട്ടികൾ സ്വീകരിച്ച നിലപാടുകളെ തുടർന്ന് ഇടതു പാർട്ടികൾക്കെതിരെ രാജ്യത്തെമ്പാടും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസിന്റെ ബോർഡിലടക്കം കരിയോയിൽ കൊണ്ട് ഇന്ത്യയിലെ പാകിസ്ഥാൻ ഓഫീസ് എന്നും മറ്റും എഴുതി ചേർക്കുകയും കൂടാതെ ചണ്ഡീഗഡിലെ പാർട്ടി ഓഫീസിന് നേരെ കല്ലേറ് നടത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇടതു പാർട്ടികൾക്കെതിരെയുള്ള ആക്രമണം തുടരുന്നു. JNU വിഷയത്തിലടക്കം ദില്ലി പാട്യാല ഹൗസ് കോടതിയിലടക്കം അഭിഭാഷകർ പരിധി വിട്ട രീതിയിലുള്ള സംഘർഷം സൃഷ്ടിക്കുന്നു. ഇതിൽ പോലും ദില്ലി പോലീസ് കൂട്ടുനിൽക്കുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അഖിലേന്ത്യാ പ്രക്ഷോഭത്തിന് ഇടതു പാർട്ടികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 23 മുതൽ 25 വരെ ഈ അഖിലേന്ത്യാ പ്രക്ഷോഭം തുടരും. ഇതിനുശേഷം ഇതുകൂടാതെ ഇന്ന് വൈകിട്ട് 6:15 രാഷ്ട്രപതി പ്രണബ് മുഖർജിയുമായി വിവിധ ഇടതു പാർട്ടി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. JNUവിൽ രാഷ്ട്രപതി നേരിട്ട് ഇടപെടണം, JNU വിഷയത്തിൽ നേരിട്ട് ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കാണുന്നത്. ഒപ്പം JDU, RJD, NCP പാർട്ടി നേതാക്കളും എന്തായാലും രാഷ്ട്രപതി കാണുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ രാഷ്ട്രപതി തന്നെ ഇടപെടണം. മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങളുടെ ജനാധിപത്യപരവും ഒപ്പം ഭരണഘടനാപരവുമായ അവകാശങ്ങൾക്ക് നേരെ RSS, BJP നടത്തുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഇടതു പാർട്ടികൾ രാഷ്ട്രപതിയെ കൂടി കാണുന്നത്. അജിംഷാ. ശരി മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. ദേശീയ പ്രക്ഷോഭത്തിന് ഇടതു പാർട്ടികൾ. കനയ്യകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. കീഴ്ക്കോടതിയിൽ ഉള്ള കേസിൽ നേരിട്ട് ജാമ്യം പരിഗണിക്കുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയുടെ നടപടി. ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. എല്ലാ കോടതികളും സുരക്ഷിതമല്ലെന്ന് കരുതുന്നില്ലെന്നും ജസ്റ്റിസുമാരായ J. ചെലമേശ്വരയ്യരും AM സാപ്രയും ഉൾപ്പെട്ട ബെഞ്ച് പറഞ്ഞു. കീഴ്ക്കോടതിയിൽ സുരക്ഷയില്ലാത്തതുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നതെന്ന് അറിയിച്ചാണ് കനയ്യയുടെ അഭിഭാഷക ജാമ്യ ഹർജിയിൽ വാദം ആരംഭിച്ചത്. പട്യാല കോടതിയിൽ നടന്നത് പ്രത്യേക സാഹചര്യം മാത്രമല്ല, ജീവന് നേരെയുള്ള ആക്രമണമായിരുന്നുവെന്ന് കനയ്യയുടെ അഭിഭാഷക ബൃന്ദ ഗ്രോവർ അറിയിച്ചു. കേന്ദ്ര സർക്കാരും ദില്ലി പോലീസും ജാമ്യ ഹർജിയെ ശക്തമായി എതിർത്തു. കീഴ്ക്കോടതിയിൽ സുരക്ഷയില്ല എന്നത് ജാമ്യത്തിനുള്ള കാരണമല്ലെന്ന് ദില്ലി പോലീസ് വാദിച്ചു. സുപ്രീം കോടതി കനയ്യയ്ക്ക് ജാമ്യം അനുവദിച്ചാൽ അത് തെറ്റായ സന്ദേശം രാജ്യത്തിന് നൽകുമെന്ന് കേന്ദ്ര സർക്കാരും പറഞ്ഞു. കനയ്യ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചാൽ ആവശ്യമായ സുരക്ഷ നൽകാൻ തയ്യാറാണ്. കോടതിയിൽ അഭിഭാഷകർക്കെത്താനും വാദം നടത്താനുമുള്ള സുരക്ഷയൊരുക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി അപ്പോൾ തന്നെ നിർദ്ദേശം നൽകി. കനയ്യോട് ഹൈക്കോടതിയെ സമീപിക്കാനും സുപ്രീം കോടതി പറഞ്ഞു. ഹർജിയിൽ വേഗത്തിൽ തീരുമാനമെടുക്കണം. അതേസമയം കഴിഞ്ഞ തവണ സുരക്ഷയ്ക്കായി സുപ്രീം കോടതി നൽകിയ നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് BJP അനുകൂല അഭിഭാഷകർ അക്രമം നടത്തിയെന്ന് കനയ്യയുടെ അഭിഭാഷക പറഞ്ഞെങ്കിലും ജസ്റ്റിസ് ചെലമേശ്വറിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് വാദം അംഗീകരിച്ചില്ല. പട്യാല ആക്രമണത്തെ ലഘൂകരിക്കാനും ദില്ലി പോലീസിന്റെ അഭിഭാഷകൻ ശ്രമിച്ചു. പ്രശസ്തരും സിനിമാ താരങ്ങളും തീവ്രവാദികളും എത്തുമ്പോൾ കോടതികളിൽ ജനം കൂടാറുണ്ടെന്നായിരുന്നു ദില്ലി പോലീസിന്റെ വ്യാഖ്യാനം. പട്യാല ആക്രമണത്തെ തുടർന്ന് സുപ്രീം കോടതി നേരത്തെ നിയോഗിച്ച 5 കമ്മീഷൻ സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് രേഖാമൂലം നൽകി. ഇത് പരസ്യമാക്കണമെന്ന് കമ്മീഷൻ തന്നെ ആവശ്യപ്പെട്ടെങ്കിലും അക്കാര്യത്തിൽ തിങ്കളാഴ്ച തീരുമാനമെടുക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. കനയ്യകുമാറിനെ ദേശവിരുദ്ധനാക്കിയ വീഡിയോ വ്യാജമെന്ന് തെളിഞ്ഞു. പ്രസംഗത്തിന്റെ വീഡിയോയിൽ മുദ്രാവാക്യം എഡിറ്റ് ചെയ്ത് ചേർത്തതാണെന്ന് വീഡിയോയിൽ വ്യക്തമാകുന്നുണ്ട്. ഇന്ത്യ ടുഡേയാണ് യഥാർത്ഥ പ്രസംഗം പുറത്തുവിട്ടത്. കഴിഞ്ഞ ദിവസമാണ് പ്രമുഖ ദേശീയ ചാനൽ കനയ്യകുമാറിനെതിരെ ആയ വീഡിയോ പുറത്തുവിട്ടിരുന്നത്. JNU വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ കനയ്യകുമാർ രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ആണ് ഇന്ത്യ ടുഡേ ചാനൽ പുറത്തുവിട്ടത്.
JNUവിൽ കന്നയ്യകുമാർ നടത്തിയ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം പുറത്തുവിട്ടു. मैडम मनुस्मृति ईरानी फेलोशिप को खत्म करती है। हम फेलोशिप के लिए लड़ते हैं। इनकी सरकार हायर एजुकेशन के अंदर 17% बजट को कट किया है। ഉന്നത വിദ്യാഭ്യാസത്തിന് ബഡ്ജറ്റിൽ കുറവ് വരുത്തിയ കേന്ദ്ര സർക്കാർ നടപടിയെയാണ് കന്നയ്യ ചോദ്യം ചെയ്യുന്നത്. തത്ഫലമായി അനുഭവിക്കുന്ന ഹോസ്റ്റൽ ക്യാമ്പസ് പ്രശ്നങ്ങളും കന്നയ്യ ചൂണ്ടിക്കാട്ടുന്നു. ഭഗത് സിംഗിന്റെ പേരിലുള്ള വിമാനത്താവളത്തിന്റെ പേര് മാറ്റാൻ ശ്രമിച്ച ഹരിയാന സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം കന്നയ്യ ഉയർത്തി. രാജ്യത്തെ ജനാധിപത്യ നീതിന്യായ വ്യവസ്ഥകളിൽ ഉറച്ച വിശ്വാസമുണ്ടെന്നും ഭരണഘടനയ്ക്ക് നേരെ വിരൽ ചൂണ്ടുന്നവരോട് പൊറുക്കാനാകില്ലെന്നും കന്നയ്യ പറയുന്നു. രാജ്യത്തെ 80% വരുന്ന ദരിദ്ര ഇന്ത്യക്കാർക്ക് വേണ്ടിയാണ് തങ്ങൾ പോരാടുന്നതെന്നും കന്നയ്യ വ്യക്തമാക്കുന്നു. हम हैं इस देश के और इस मिट्टी से प्यार करते हैं। इस देश के अंदर जो 80% गरीब आवाम है, हम उसके लिए लड़ते हैं। हमारे लिए यही देश है। മുഴുവൻ വിഷയങ്ങളിലും ABVP വെള്ളം ചേർക്കുകയാണെന്നും മാധ്യമങ്ങൾക്ക് വേണ്ടി വാർത്തകൾ RSS ഓഫീസിൽ നിന്ന് വരുന്ന കാലം അധികമല്ലെന്നും കന്നയ്യ കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ നടത്തിയ ഈ പ്രതിഷേധത്തിനാണ് കന്നയ്യയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുൻപ് ഒരു ദേശീയ ചാനൽ പുറത്തുവിട്ടത് എഡിറ്റ് ചെയ്ത വ്യാജ വീഡിയോ ആയിരുന്നെന്നും വ്യക്തമായി. ഇതോടെ കേന്ദ്ര സർക്കാരിന് ഒത്താശ ചെയ്തുള്ള ദില്ലി പോലീസിന്റെ കള്ളക്കളികൾ പുറത്തുവരികയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സരിതയുടെ സഹായിയും എബ്രഹാം കലമണ്ണിലും തമ്മിലുള്ള സംഭാഷണത്തിന്റെ 2ാം ഭാഗം പീപ്പിൾ TV പുറത്തുവിട്ടു. മുഖ്യമന്ത്രിക്കെതിരായ തെളിവുണ്ടെങ്കിൽ നശിപ്പിക്കണമെന്ന് എബ്രഹാം കലമണ്ണിൽ ബിനുവിനോട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്കായി താൻ ഇടനില നിൽക്കാമെന്ന് കലമണ്ണിൽ സംഭാഷണത്തിൽ സരിതയുടെ സഹായിയോട് പറയുന്നുണ്ട്. ഹലോ, നമസ്കാരം സാർ. വിനുവാണ്. അജി സാറ് പറഞ്ഞിട്ട് വിളിച്ചത്. ഞാൻ എറണാകുളത്ത് സാറേ. എന്താണ് സാർ പറഞ്ഞാൽ മതി. എൻ്റെ സാർ പറഞ്ഞ സാറോട്ട് സംസാരിക്കാൻ എന്താ കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞു. അല്ലല്ല, ഞാനല്ല പറയുന്നത്, ഞാൻ നമ്മുടെ പുള്ളിക്കാരുമായിട്ട് സംസാരിക്കണം. എങ്ങനെ ഈ കാര്യം നമുക്കത് ക്ലിയർ ആക്കാൻ പറ്റുമോ? അവതരിപ്പിക്കുമ്പോ അതോ നമ്മൾ ഉദ്ദേശിച്ചു മനസ്സിലാക്കോ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ വന്നത്, അത് എന്താ നമ്മള് പറഞ്ഞില്ല മറ്റേ ഞാനിപ്പോ നാളെ മറ്റേ കക്ഷി കണ്ടിട്ട് കാര്യം ഞാനൊന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞപ്പം അവരാരാണ്ടും ചികിത്സിച്ചതാണ്, ആരാണ്ടൊക്കെ പറഞ്ഞ ഇന്ത്യയെ പിടിച്ചില്ലയോ ആവശ്യത്തില്ലയോ കൊടുത്തില്ലയോ അവർ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും അറിയുന്നില്ല. ഞാൻ പറഞ്ഞു ഓക്കെ എണ്ണത്തിന് വെച്ച് അങ്ങനെ കൈകാര്യം ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാൻ വിളിക്കില്ല. മനസ്സിലായി. അപ്പൊ അത് അവിടെ ഇവിടെ എല്ലാം കൂടെ കുളമാക്കി അറിവൊന്നും നടക്കുന്നില്ല. ഒരാളുടെ കാര്യം പറയുന്നു, ആ ആൾ ചെയ്യുന്ന ആ ഒരു കാര്യം ഇത് ഒത്തിരി കാലം മുമ്പേ ഇതെല്ലാം ഇത് ക്ലിയർ ചെയ്യാമായിരുന്നു സാറേ. പക്ഷെ ഇത് ആരും അത് അല്ലാതെ ആരും ചെയ്തെന്ന് പറയാൻ അവരുടെ ധാരണയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പക്ഷെ ഞാൻ അറിഞ്ഞത് വലിയ രീതിയിലൊക്കെ കാര്യങ്ങൾ ആരുടെ പുസ്തകങ്ങളാണ് ചെയ്തതെന്നും ചെയ്യുന്നതും ഒക്കെ അവരൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ അവരും അതിലുണ്ട് അന്നുള്ള രീതിയിൽ എന്നോട് ഞാൻ ഇതിനകത്ത് ഡൗൺലോഡ് അറിയണ്ട. പറ്റി ഞാനത് ഒരു കാര്യം ഏറ്റാൽ അത് ഒന്നും കിട്ടിച്ചു തരാം. പക്ഷെ അത് എന്താണ് എങ്ങനെയാണ് കാര്യം ഇപ്പൊ ഇത്രയും ഞങ്ങൾക്ക് അവർ പറയുന്നു. പക്ഷെ കുഴപ്പമുണ്ട്, കുഴപ്പമുണ്ടാകും, കുഴപ്പമുണ്ടായ കുറയും എന്ന് പറഞ്ഞപ്പോൾ അതെന്താണ് ഏതാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞത് പറയാമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഏത് രീതിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് സാറ് പറഞ്ഞാൽ മതി, നമുക്കത് ആലോചിക്കാം. അല്ലാതെ അതല്ല, നമുക്ക് എന്തെങ്കിലും കുഴച്ചിൽ വരുത്താനുള്ള കാര്യം നമ്മുടെ ഉണ്ടോ? അതാവണം. കുഴച്ചിൽ വരുത്താൻ കയ്യിലുണ്ട്, കുഴയ്ക്കാമെന്ന് പറഞ്ഞതല്ല നമുക്കവിടെ പറയാൻ പറ്റുമല്ലോ. ഏതാ അത്രേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞോളൂ പറയാതെ ഏതാ കുഴച്ചിലൊക്കെ അല്ല, കുഴച്ചിൽ വരുന്ന കാര്യങ്ങളുണ്ട് സാറേ. അതപ്പ ഞാനത് അത് രേഖാമൂലം അല്ലെങ്കിൽ എന്നോട് പറഞ്ഞു ഞാൻ പറയുന്നതാണ് കാര്യം. അപ്പൊ അവർക്ക് മനസ്സിലാവല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് കാര്യം, എങ്ങനെ അത് കുഴക്കി മാറ്റുന്നത്, ആരും കാര്യം മുന്നിൽ ഇറങ്ങിയും ചെയ്തത് എങ്ങനെ ചെയ്യാം എന്ന് എന്നോട് മറ്റേ പുള്ളിക്കാരി എന്നെ അറിയുന്നതാണല്ലോ, എന്നെ അറിയുമല്ലോ ആള്. അപ്പൊ എന്നോട് പറഞ്ഞാൽ മതി, ഇന്ന പോലെ ചെയ്യാം, ഇന്ന പോലെ ചെയ്യാം. അത് എവിടെ
വന്നിട്ട് അന്നും ആ കാര്യം പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അതാണ് ചെയ്യേണ്ടത്. ഇന്നത്തെ കാര്യം കുഴപ്പമില്ല, തീർന്നോ? തീർന്നോ? ഇന്നത്തേക്ക് തീർന്നു സാറേ. ഇനി നാളെ ഉണ്ട്. നാളെ ഉണ്ടോ? നാളെ ഉണ്ട്. അപ്പൊ നാളെ എന്തോ പറയുന്നത്? പറയുന്നത് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല, ഇപ്പൊ ഓരോ സത്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ സാറേ. അല്ലാതെ പിന്നെ ഇവര് നമുക്ക് നമ്മള് അവർക്ക് ദോഷമായിട്ടൊന്നും പറയാതിരിക്കണമെങ്കിൽ നമ്മുടെ കാര്യം നമ്മളോട് പറയല്ലേ ഇവരെ. അതെ അതെ. അപ്പൊ അത് നിങ്ങളോട് ആരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ഉള്ള പോലെ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല സാർ, നമ്മളോട് വേറെ ഒരു രീതി പറയുന്ന പോലെ വേറെ ഒരു രീതിയിലും ആരും ഒരു രീതിക്കും ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല. നമ്മൾ അത് പുള്ളിക്കാരിക്ക് ആ അവസാന സമയം വരെ ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ട്, പുള്ളിക്കാരിയുടെ കാര്യങ്ങൾ ഒന്നും നടക്കാതെ വന്നതുകൊണ്ട് പുള്ളിക്കാരി പലരെ ബന്ധപ്പെട്ടു. ഇപ്പോൾ ലാസ്റ്റ് വരെ തമ്പാൻ ജോയി സാറിൻ്റെയും ബെന്നി സാറിൻ്റെ അടുത്തും ഒക്കെ സംസാരിച്ചു, ഒന്നും നടന്നില്ല. അപ്പോൾ എന്നിട്ട് അവരാരും ഇതൊന്നും മൈൻഡ് ചെയ്യാത്തില്ല. എന്നിട്ട് കാണുന്നിടത്തെല്ലാം ഇതുപോലെ പുള്ളിക്കാരിയെ കുറിച്ച് മോശമായി സംസാരിക്കുക. അവരെല്ലാം വിട്. ആരോട് സംസാരിക്കാതിരിക്കും, ഞാൻ സംസാരിക്കാം, ഞാൻ തീർക്കാം. അല്ല, ഇപ്പൊ ഉമ്മൻചാണ്ടി സാറ് പോലും പറയുന്ന അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നാണ് പറയുന്നത്. അത് നമ്മുടെ കാതലായ കാര്യം ഉണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞത് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതല്ലേ. അല്ല സാറേ, ഇല്ലാതെ ഇതിന് ഇറങ്ങില്ലല്ലോ സാറേ. ആ ഇറങ്ങിയില്ല എന്നുള്ളത് എന്നോട് ബുദ്ധിപ്പെടുത്തി ഞാൻ പറഞ്ഞോളാം. നമുക്ക് തക്കവാറിൽ പോകാൻ നോക്കട്ടെ. ഞാൻ ശരി സാർ, ഞാനത് നോക്കിയിട്ട് ഞാൻ പുള്ളിക്കാരായിട്ട് സംസാരിച്ചിട്ട് സാറിനെ ഞാൻ നാളെ വിളിക്കാം. ഓക്കെ, രാവിലെ വിളിക്കാം. രാവിലെ ഞാൻ സാറിനെ വിളിക്കാം. അപ്പൊ രാവിലെ നാളെ 9 മണിക്ക് ഞാൻ ഒരു പുതിയ കാണും. അപ്പൊ ഞാൻ ഓൾറെഡി ഒരാളിനെ ഹിന്ദി കൊടുത്തു. ആ പാടെന്നോട് പറഞ്ഞ് സംസാരിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞിട്ട് വേണം ബാക്കി നീക്കാൻ. അതുകൊണ്ടാണ് ഞാൻ നാളെ രാവിലെ സാറിനെ വിളിക്കാം സാറേ. നൈറ്റിൽ തന്നെ വിളിക്കത്തില്ല, ഒരു 10 മണി കഴിഞ്ഞ് വിളിക്കാം. നോക്കട്ടെ സാർ, 10 മണി കഴിഞ്ഞ് വിളിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ സാറിനെ വിളിക്കാം. കുറച്ച് തിരക്കിലാണ്. അല്ലെങ്കിൽ രാവിലെ ഉറപ്പായിട്ട് വിളിക്കാം സാർ. ഓക്കെ ഓക്കെ. അതേസമയം മുഖ്യമന്ത്രിക്ക് വേണ്ടി തെളിവുകൾ നശിപ്പിക്കാൻ സരിതയോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് എബ്രഹാം കലമണ്ണിൽ. സരിതയെ തനിക്ക് അറിയില്ലെന്നും കലമണ്ണിൽ സോളാർ കമ്മീഷന് മുന്നിൽ മൊഴി നൽകി. വിനുകുമാറുമായി സംസാരിച്ചു എന്നത് സത്യമാണെന്നും അത് സോളാർ കേസുമായി ബന്ധപ്പെട്ടായിരുന്നില്ലെന്നും എബ്രഹാം കലമണ്ണിൽ മൊഴി നൽകും. മുഖ്യമന്ത്രിക്ക് വേണ്ടി തെളിവുകൾ നശിപ്പിക്കാൻ എബ്രഹാം കലമണ്ണിൽ ആവശ്യപ്പെട്ടെന്ന് സരിത സോളാർ കമ്മീഷനിൽ മൊഴി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സരിതയുടെ സഹായി വിനുകുമാറുമായി കലമണ്ണിൽ സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ശബ്ദരേഖയും സരിത കമ്മീഷനിൽ ഹാജരാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് എബ്രഹാം കലമണ്ണിലിനെ കമ്മീഷൻ വിസ്തരിച്ചത്. സരിതയെ തനിക്കറിയില്ലെന്ന് കലമണ്ണിൽ മൊഴി നൽകി. മുഖ്യമന്ത്രിയെ 30 വർഷമായി തനിക്കറിയാമെന്ന് പറഞ്ഞ കലമണ്ണിൽ സരിതയല്ല മുഖ്യമന്ത്രിയെ പരിചയപ്പെടുത്തിയത് എന്ന് കമ്മീഷനെ അറിയിച്ചു. സരിതയുടെ സഹായി വിനുകുമാറുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം കലമണ്ണിൽ സമ്മതിച്ചു. എന്നാൽ അന്ന് സംസാരിച്ചത് കോളേജിലെ അഡ്മിഷൻ എടുക്കുന്ന കാര്യമാണെന്നും സോളാർ കേസ് അല്ലെന്നും കലമണ്ണിൽ കമ്മീഷന് മൊഴി നൽകി. വിനു എന്ന് പറയുന്നവൻ കള്ളൻ. ഇങ്ങനെ നടന്ന് പോക്കലിലൊക്കെ ഇത് കൊണ്ട് നടന്ന് മനുഷ്യനെ വെട്ടിക്കുന്നിട്ട് അതാണ് നമ്മൾ. സരിത ഹാജരാക്കിയ തെളിവുകൾ കമ്മീഷൻ കലമണ്ണിലിനെ കാണിച്ചു. ദൃശ്യത്തിലുള്ളത് താനാണെന്ന് സമ്മതിച്ച കലമണ്ണിൽ ശബ്ദം തൻ്റേതാണെന്ന് ഉറപ്പില്ലെന്നും കമ്മീഷനെ അറിയിച്ചു. എൻ്റെ പടമാണ്, കാരണം ഞാൻ ഇന്റർനാഷണൽ കോൺഫറൻസ് കഴിഞ്ഞ് വരുന്ന ഒരു കോട്ടാണ് ഇട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ വാർത്താ സമ്മേളനം നടത്തുന്നു. അതിന്റെ തത്സമയ ശബ്ദ സംരക്ഷണം. ഇപ്പോഴത്തെ അവസ്ഥ ഏതാണല്ലോ അവിടെ അക്കൗണ്ട് തുറക്കുന്നുള്ളതല്ലോ. നല്ല രീതിയിൽ സീറ്റ് കിട്ടാവുന്ന രീതിയിൽ ഒരുപാട് സാഹചര്യം ഇല്ലാതെ അവരല്ലാതെ തന്നെ ഇപ്പം ചെറിയ സഹകരണമൊക്കെ അവിടെ ഇവിടെ ഉണ്ടായപ്പോൾ തന്നെ എന്ത് വേണ്ടി അതൊക്കെ വരാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ നോട്ടുകൾ പൊളിയപ്പെടുന്നത് അല്ലെങ്കിൽ കിട്ടിയാൽ മാത്രമേ ഒരു സ്ഥാനത്ത് ഉറപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ 40,000 മുകളിൽ വോട്ട് കിട്ടിയിട്ടുള്ള നിയമനത്തിൽ കിട്ടില്ലേ? 38 കിട്ടിയ നിയമനത്തിലുണ്ട്. കാര്യം അടുത്ത് വരാൻ വേണ്ടി പോകുന്ന ഇലക്ഷൻ 40,000-45,000 വോട്ട് കിട്ടുന്ന ആള് പാസ്സാവും. ഒരു മാക്സിമം 45 ദിവസം കാണുള്ളൂ. നേരിട്ട് പോകാന്ന് പറഞ്ഞല്ലേ മെമ്പർഷിപ്പ് കൊണ്ടെന്ന് പറയാൻ ഇപ്പം 60-70 വർഷം കൊണ്ട് ഇത്രയും മെമ്പർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുവാൻ കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് 10-30 ദിവസം കൊണ്ട് ഇത്രയും മെമ്പർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ
45 ദിവസം കൊണ്ട് ഇലക്ഷൻ മത്സരിക്കാനുള്ള നട്ടല് ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾക്ക് യാതൊരു ഭയവും ഇല്ല. ഞങ്ങൾക്ക് ദിവസങ്ങൾ ഒരുപാടൊന്നും ആവശ്യമില്ല. കാരണം സെക്കൻഡ് ഐറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സെക്കൻഡ് ശരീരം വളരെ വ്യക്തമായിട്ടുണ്ട്. ഇതിൽ പ്രവർത്തിക്കാനുള്ള ആളുമുണ്ട്. അത് നാളെ വരാൻ വേണ്ടി ഞാൻ എടുക്കുന്ന തീരുമാനം ഞങ്ങൾ കമ്മിറ്റി കൂടണം. ഞങ്ങൾ എല്ലാവരും കൂടിയ ശേഷം മാത്രമേ അതിനൊരു തീരുമാനം എടുക്കും. ഈ പാർട്ടിയുടെ കമ്മിറ്റികളും ഔദ്യോഗിക ചെയർമാനും SNDP ജനറൽ സെക്രട്ടറി പറഞ്ഞ ചില വാദങ്ങളാണ് ഇപ്പോൾ വലിയ വിവാദങ്ങളാണ്. അതിനെതിരെ BTJS നടത്തുന്ന ഒരു എതിർപ്പ് ഒരു ജനറൽ സെക്രട്ടറി എന്താ പറഞ്ഞത്? രാത്രി കാലങ്ങളിലും പകലും എന്നെ പലരും വന്ന് കാണുന്നുണ്ട്. BTJSനെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. മാധ്യമങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. BTJSുമായി ചർച്ച നടത്തി ഇപ്പൊ കോഴി കട്ടതെന്നല്ലേ കൂടെ ഇരിക്കുന്നു പറഞ്ഞ പോലെ ഉടനെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ്സുകാരും എന്തിനാ പോയത്? ഞങ്ങൾ വന്നില്ല എന്ന് പറയുന്നില്ല. ഇപ്പൊ ഈ പറയുന്ന DCC പ്രസിഡന്റ് വന്നെന്ന് ആരെങ്കിലും പറഞ്ഞോ? രാത്രിയും പലരും പല ആളുകളും വന്നതല്ലേ ജനറൽ സെക്രട്ടറി പറഞ്ഞുള്ളൂ. അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കൂടെ തപ്പിവെക്കേണ്ട കാര്യമുണ്ടോ? വല്ല കാര്യമുള്ള കാര്യമാണോ? ഈ പറഞ്ഞവരൊക്കെ തന്നെയാണ് പറഞ്ഞവരൊക്കെ തന്നെ ആയിരിക്കും ബന്ധപ്പെട്ടുണ്ടാവും. എനിക്കറിയില്ല. അതല്ലെങ്കിൽ തപ്പിവെക്കേണ്ട കാര്യം എന്താ? പാർട്ടി രൂപീകരണത്തിൽ അത് ജനറൽ സെക്രട്ടറി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ജനറൽ സെക്രട്ടറി ഇതിനകത്ത് സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് വേണ്ടി എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചു. ആ സമയത്ത് എല്ലാ ആളുകളും കൂടെ ഇങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാകണം, ഇത് ഡിക്ലെയർ ചെയ്യണം ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടെന്നുള്ളതല്ലാതെ ജനറൽ സെക്രട്ടറി ഇങ്ങനത്തെ സ്ഥാനങ്ങളൊന്നുമില്ലല്ലോ. CPO ജനറൽ സെക്രട്ടറിയാണ്. CPO ജനറൽ സെക്രട്ടറി തന്നെയാണ് ഇരിക്കുന്നത്. BDJസുമായി നേരിട്ട് യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ബന്ധങ്ങളില്ല. വാർത്തകളിലേക്ക്. പത്താൻകോട്ട് വ്യോമസേനാ താവളത്തിലുണ്ടായ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ആരുടെയും പേര് പരാമർശിക്കാതെയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പഠാൻകോട്ട് ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരനെ എന്ന് കരുതുന്ന മസൂദ് അസറിന്റെ പേര് FIRൽ ഇല്ല. ആഭ്യന്തര മന്ത്രാലയ ഡെപ്യൂട്ടി സെക്രട്ടറി അഫ്സാസ് ഉദ്ദിനാണ് കേസിലെ പ്രധാന പരാതിക്കാരൻ. ഇന്ത്യ കൈമാറിയ ഫോൺ നമ്പറുകളും വിവരങ്ങളും FIRന് നൽകിയിട്ടുണ്ട്. ജനുവരി 2-നാണ് പഠാൻകോട്ട് വ്യോമത്താവളത്തിൽ ഭീകരാക്രമണമുണ്ടായത്.